ആരാധനാലയ നിയമം അഥവാ പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട് 1991 നരസിംഹറാവുവിൻ്റെ കാലത്ത് പാസ്സാക്കിയ ആക്റ്റാണ്. ഈ ആക്ട് പാസ്സാക്കാൻ കാര്യം രാമജന്മഭൂമി പ്രശ്നമാണ്. രാമജന്മഭൂമി ഹിന്ദുക്കൾ തിരിച്ചാവശ്യപ്പെടുകയും അതിനുവേണ്ടി വലിയ സമരം നടക്കുകയും ചെയ്തപ്പോൾ നരസിംഹറാവിന് മനസ്സിലായി ഇതിവിടം കൊണ്ട് നിൽക്കില്ല. ആ കാശി മധുര ഈ രണ്ട് ക്ഷേത്രത്തിൻ്റെ ക്ലെയിം കൂടെ ഈ സമരത്തിൻ്റെ കൂടെ തന്നെ ഒരു മുദ്രാവാക്യമായിട്ട് വന്നിരുന്നു. യേ തോ പെഹ്ലി ഝാങ്കി ഹെ കാശി മധുര ബാക്കി ഹെ, ഇതായിരുന്നു മുദ്രാവാക്യം. അതായത് രാമജന്മഭൂമി ആദ്യത്തെ ഒരു നോട്ടം മാത്രമാണ്, സൂചനയാണ്. കാശിയും മധുരയും ബാക്കിയുണ്ട്, സൂചനയാണിത്. സൂചന മാത്രം, സൂചന കണ്ട് പഠിച്ചില്ലെങ്കിൽ നമ്മൾ മലയാളത്തിലെ മുദ്രാവാക്യമുണ്ട് ഇതുപോലെ. അപ്പോൾ ഇത് പ്രിയംപ്റ്റ് ചെയ്യാൻ, ഇതില്ലാതെയാക്കാൻ നരസിംഹറാവു വലിയൊരു നിയമം കൊണ്ടുവന്നു. അതാണ് പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട് 1991. അത് രാമജന്മഭൂമി ഒഴിച്ച് ഭാരതത്തിലെ എല്ലാ റിലീജിയസ് സ്ട്രക്ചറിൻ്റെയും ക്യാരക്ടർ 1947 ഓഗസ്റ്റ് 15 എന്തായിരുന്നോ അത് തന്നെയാക്കി നിലനിർത്തണം. ഇതാണ് ആ നിയമം. അപ്പോൾ എന്ത് സംഭവിച്ചു? ഈ പൊളിച്ചു കളഞ്ഞ് അമ്പലം പൊളിച്ച് പള്ളി പണിഞ്ഞ ബാബർ, ഔറംഗസേബ് ഇതുപോലുള്ളവരൊക്കെ ചെയ്ത കാര്യങ്ങൾ അത് അതുപോലെ നിലനിർത്തണം. അതിന് പരിഹാരം ഇല്ല. ഇതായി ഈ നിയമം കൊണ്ട് വന്നത്. ഈ നിയമം വലുതായിട്ടാരും മൈൻഡ് ചെയ്തില്ല. കാരണം എല്ലാവരുടെയും ശ്രദ്ധ രാമജന്മഭൂമിയിലായിരുന്നു. രാമജന്മഭൂമി സമരവും കോടതിയിലെ സമരവും പുറത്തെ സമരവും ഒക്കെയായിട്ട് 92 ആ തർക്കക്കെട്ടിടം പൊളിച്ചു കളയുകയും പിന്നെയും കേസ് നീണ്ടുപോവുകയും സുപ്രീം കോടതിയിൽ കിടക്കുകയും ഒക്കെ ചെയ്ത് അതിൻ്റെ വിധി വന്ന് രാമക്ഷേത്രമൊക്കെ പണിഞ്ഞു കഴിഞ്ഞു. അപ്പോഴാണ് ആൾക്കാർ കാശിയിലേക്ക് തിരിയുന്നത്. അതിനു മുമ്പ് തന്നെ ഈ സുപ്രീം കോടതി വിധി അനുകൂലമായപ്പോൾ തന്നെ ഹിന്ദു പക്ഷം കാശിക്ക് വേണ്ടി ക്ലെയിം ചെയ്തിരുന്നു. അതെങ്ങനെ കാശിക്ക് വേണ്ടി ക്ലെയിം ചെയ്യാൻ പറ്റും? പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട് നിൽക്കുകയല്ലേ. രാമജന്മഭൂമി ആ ആക്റ്റിൽ നിന്ന് ഒഴിവാക്കി. കാരണം ആ ഡിസ്പ്യൂട്ട് ഓൾറെഡി നിലനിൽക്കുന്നുണ്ട്. ഇനി ഒരു ഡിസ്പ്യൂട്ടും പാടില്ല എന്നാണ് ആക്ട്. അപ്പോൾ വീണ്ടും ഡിസ്പ്യൂട്ട് ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ഈ ഡിസ്പ്യൂട്ടിൽ ഈ നമ്മളുടെ ആക്റ്റിൽ ഒരു പ്രത്യേക വാക്ക് ഹരിശങ്കർ ജെയിൻ എന്ന വക്കീൽ, അദ്ദേഹത്തിൻ്റെ മകൻ വിഷ്ണു ശങ്കർ ജെയിൻ എന്ന വക്കീൽ, ഇവർ കണ്ടുപിടിച്ചിട്ടാണ് അവർ വാരാണസിയിൽ ക്ലെയിം വയ്ക്കുന്നത്. അതായത് ഈ ആക്റ്റിൽ പറയുന്നത് 1947 ഓഗസ്റ്റ് 15 ഒരു കെട്ടിടത്തിൻ്റെ റിലീജിയസ് ക്യാരക്ടർ എന്തായിരുന്നോ അത് നിലനിർത്തണം എന്നാണ് ആവശ്യം. ശരി, റിലീജിയസ് ക്യാരക്ടർ എന്തായിരുന്നു എന്നെങ്ങനെ തീരുമാനിക്കും? കാഴ്ചയിൽ തീരുമാനിക്കാൻ പറ്റുമോ? താഴികക്കുടം ഉള്ളതെല്ലാം മുസ്ലിം പള്ളി, അതില്ലാത്തത് ഹിന്ദു അമ്പലം, ഇങ്ങനെ തീരുമാനിക്കാൻ പറ്റുമോ? അപ്പോൾ ക്രിസ്ത്യൻ പള്ളിക്ക് എന്ത് ചെയ്യും? അപ്പോൾ ഇതിൻ്റെ ആകാരം നോക്കിയിട്ടല്ല ക്യാരക്ടർ തീരുമാനിക്കേണ്ടത്. ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സ്വഭാവമാണ്. ഇപ്പോൾ ക്ഷേത്രം തകർത്ത് മസ്ജിദ് പണിഞ്ഞു കഴിഞ്ഞാൽ ക്ഷേത്രത്തിൻ്റെ സ്വഭാവം ഇല്ലാതാകുന്നില്ല. നമ്മുടെ വീട്ടിൽ ഒരു കള്ളൻ കയറി 25 വർഷം താമസിച്ചു, വീട് കള്ളൻ്റെ ആകുന്നു. നമ്മൾ കേസ് കൊടുത്തു, നമുക്ക് ബലമില്ല, കള്ളൻ തന്നെ അവിടെ താമസിക്കുന്നു. ഒരു സിവിൽ കേസ് തീരാനായിട്ട് 25-30 വർഷം എടുത്തു. ഇനിയിപ്പോൾ അത് തിരിച്ചു കൊടുക്കില്ല, അത് കള്ളൻ്റെയാണ് എന്ന് പറയാൻ പറ്റുമോ? ഇത് നമ്മൾ താമസിക്കുന്ന വീടിൻ്റെ കാര്യം. ക്ഷേത്രത്തിൽ നടക്കുന്ന പ്രതിഷ്ഠ പ്രാണപ്രതിഷ്ഠയാണ്. അവിടെ ബാബർ കയറിയാലും ഔറംഗസേബ് കയറിയാലും ആ വിഗ്രഹത്തിൻ്റെ പ്രാണൻ അവിടെ തന്നെയുണ്ട്. വിഗ്രഹം വേണമെങ്കിൽ നിങ്ങൾക്ക് തല്ലിപ്പൊട്ടിക്കാം, പക്ഷേ പ്രാണൻ അവിടെ തന്നെയുണ്ട് എത്ര കാലം കഴിഞ്ഞാൽ. അപ്പോൾ ഇതുണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയണം? ഇത് ക്യാരക്ടർ നിർണ്ണയിക്കണം. ഇതിൻ്റെ ക്യാരക്ടർ നിർണ്ണയിക്കാൻ എന്ത് ചെയ്യണം? അതിനുള്ളിൽ കയറി സർവേ നടത്തണം. അപ്പോൾ ക്യാരക്ടർ ഇത് ഹിന്ദു ക്യാരക്ടറാണ്,
ഇത് മുസ്ലിം ക്യാരക്ടറാണ് എന്ന് മനസ്സിലാവും. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് സർവേ ഉത്തരവ് സമ്പാദിച്ചു വിഷ്ണു ശങ്കർ ജെയിൻ. അങ്ങനെ വാരാണസി ക്ഷേത്രത്തിൽ സർവേ നടന്നു. സർവേയിൽ ശിവലിംഗം കണ്ടെത്തി. അത് ശിവലിംഗമല്ല, ഫൗണ്ടനാണെന്ന് മുസ്ലിം ഭാഗം വാദിച്ചു. ഏതായാലും ആ തർക്കവും വാദവും നിലനിൽക്കുന്നു. അതിപ്പോൾ അലഹാബാദ് ഹൈക്കോടതിയിലാണ്. അപ്പോൾ അതായി പിന്നാലെ ശ്രീകൃഷ്ണ ജന്മഭൂമി മഥുരയിൽ അതിൻ്റെ ഡിസ്പ്യൂട്ട് വന്നു. അവിടെ സർവേ ചെയ്യാൻ കോടതി ഉത്തരവിട്ടു. ക്യാരക്ടർ നിർണ്ണയിക്കണമല്ല. ആ സർവേ നടന്നുകൊണ്ടിരിക്കുമ്പോൾ സുപ്രീം കോടതി ആ സർവേ സ്റ്റേ ചെയ്തു. അവിടെ നിൽക്കുക എന്ന് പറഞ്ഞു. ഇത് കഴിഞ്ഞപ്പോഴാണ് സംഭലിലും ഇതുപോലെ ആ മസ്ജിദ് എന്നവർ വിളിക്കുന്നത്. അത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ പ്രോപ്പർട്ടിയാണ് 1920 മുതൽ. പക്ഷേ അതിപ്പോൾ ലോക്കൽ മുസ്ലിങ്ങളാണ് അതിനകത്ത് കയറി ഓക്കുപ്പൈ ചെയ്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അവരെ ആർക്കിയോളജിക്കൽ സർവേയെ പോലും കയറ്റുന്നില്ല. അപ്പോൾ അവിടെ ആർക്കിയോളജിക്കൽ സർവേയുടെ പ്രോപ്പർട്ടി ആണെങ്കിൽ എല്ലാവർക്കും കയറാമല്ലോ, കാണാമല്ലോ. താജ്മഹൽ ആർക്കിയോളജിക്കൽ സർവേയുടെ പ്രോപ്പർട്ടിയാണ്. അവിടെ മുംതാസിനെയോ ഷാജഹാൻ്റെ ഏതോ ഒരു ഭാര്യയെ അടക്കിയിട്ടുണ്ട്. ഇതാണ് താജ്മഹലിൻ്റെ മഹാത്മ്യം. അല്ലാതെ അത് മസ്ജിദൊന്നുമല്ല. പക്ഷേ സബ്സീക്വൻ്റ്ലി ആഴ്ചയിലൊരിക്കൽ പ്രാർത്ഥിക്കാൻ അവകാശം വേണമെന്ന് പറഞ്ഞിട്ട് എല്ലാ വെള്ളിയാഴ്ചയും താജ്മഹലിൽ നമാസ് നടക്കുന്നുണ്ട്. അതെന്ത് പരിപാടിയാണെന്ന് എനിക്കറിയില്ല. അല്ലാഹുവിനെ അല്ലാതെ വേറെ ആരെയും പ്രാർത്ഥിക്കില്ല എന്ന് പറഞ്ഞ ആൾക്കാർ ഷാജഹാൻ്റെ ഭാര്യയെ പ്രാർത്ഥിക്കേണ്ട കാര്യമുണ്ട്. അവിടെ പോയി നമാസ് നടത്തേണ്ട കാര്യമുണ്ട്. ഇതെല്ലാം നടക്കുന്നു നമ്മുടെ നാട്ടിൽ. ഇപ്പോൾ ഈ സംഭലും കൂടെ വന്നു കഴിഞ്ഞപ്പോൾ സംഭലിലെ സർവേ സുപ്രീം കോടതി ഇടപെട്ടിട്ട് പറഞ്ഞു 8-ാം തീയതി വരെ നിർത്തിവെക്കണം എന്ന് പറഞ്ഞു. സർവേ ഓൾറെഡി കഴിഞ്ഞിരുന്നു. റിപ്പോർട്ട് സീൽഡ് കവറിൽ വയ്ക്കണം. 8-ാം തീയതി കഴിഞ്ഞ് എന്ത് പ്രൊസീജിയർ വേണമെങ്കിലും ആകാമെന്ന് പറഞ്ഞു. പക്ഷേ ഇന്നിപ്പോൾ തീയതി, ഞാനിത് ഷൂട്ട് ചെയ്യുമ്പോൾ തീയതി 13 അല്ലേ? അപ്പോൾ 13-ാം തീയതി ആയിട്ടും അവിടെ അനക്കമൊന്നും വെച്ചിട്ടില്ല. ഇതിനിടയ്ക്കാണ് ഈ പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ടിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനാലിറ്റി ചലഞ്ച് ചെയ്തുകൊണ്ടുള്ള കേസ് സുപ്രീം കോടതി ലിസ്റ്റ് ചെയ്ത് ബെഞ്ചിൽ വരുന്നത്. ഈ ആക്ട് തന്നെ ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് പ്രഖ്യാപിച്ച് കിട്ടാനാണ് അശ്വിനി കുമാർ ഉപാധ്യായ എന്ന ആൾ 2020 സുപ്രീം കോടതിയെ സമീപിക്കുന്നത്. അദ്ദേഹം സ്വയം വക്കീലാണ്, രാജ്യസഭാ MP ആയിരുന്നു, വളരെ പ്രഗത്ഭനായ ആളാണ്. ആ ഹർജി 2021 ലിസ്റ്റ് ചെയ്ത് നോട്ടീസ് അയച്ചു കഴിഞ്ഞപ്പോൾ അതിലൊരുപാട് പ്രഗത്ഭന്മാർ റിട്ട് പെറ്റീഷനും ഇൻ്റർവെനിങ് ആപ്ലിക്കേഷനും ഒക്കെ ആയിട്ട് വന്നു. അതിൽ സുബ്രഹ്മണ്യൻ സ്വാമിയുണ്ട്, സത്യ സബർവാളുണ്ട്, സായി ദീപക്കുണ്ട്, ഹരിശങ്കർ ജെയിനുണ്ട്, വിഷ്ണു ശങ്കർ ജെയിനുണ്ട്, ഏകപ്പെട്ട ഹിന്ദു വിഭാഗങ്ങളുണ്ട്, അതുപോലെ മുസ്ലിം വിഭാഗങ്ങളും വന്നു. ആ കേസാണ് ഇന്നലെ കോടതി ലിസ്റ്റ് ചെയ്തിട്ട് ഇൻ്ററിം ഓർഡർ, ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ച കോടതി എന്ത് ചെയ്തു എന്നറിയാമോ? ഭാരതത്തിലെ സകല സർവേയും എവിടെ എന്ത് ഡിസ്പ്യൂട്ട് ഉണ്ടെങ്കിലും അതെല്ലാം നിർത്തിവയ്ക്കുക. ഇനി പുതിയ സ്യൂട്ടുകളൊന്നും കോടതി സ്വീകരിക്കരുത്. ഇപ്പോഴുള്ള സ്യൂട്ടുകളിൽ പ്രൊസീഡ് ചെയ്യാനും പാടില്ല. ചുരുക്കി പറഞ്ഞാൽ ഹിന്ദു വിഭാഗം ഇനി ഒരിടത്തും ഒരു ക്ലെയിമും ഉയർത്തരുത്. അപ്പോൾ ഹിന്ദു വിഭാഗം അന്തം വിട്ടുപോയി. കാരണം ഈ ആക്ട് തന്നെ എടുത്തു കളയണം എന്ന് ആവശ്യപ്പെട്ടാണ് അവർ കോടതിയിൽ വന്നിരിക്കുന്നത്. നിങ്ങൾ നോക്കുക, നമ്മൾ വഴി നടക്കുമ്പോൾ വലിയൊരു പാറ അവിടെ കൊണ്ടുവന്ന് നരസിംഹറാവു വെച്ചു. അത് വെച്ച് എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യാതെ ഒരാൾ അത് ബൈപ്പാസ് ചെയ്ത ആ പാറയുടെ വളഞ്ഞു ചുറ്റി ഒരു പാത കണ്ടുപിടിച്ചു. അതിൽ കൂടെ പുറത്തേക്ക് കടക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് ഈ പാറ മാറ്റി കിട്ടണമെന്ന് പറഞ്ഞ് കേസും കൊടുത്തു. പാറ മാറ്റി കിട്ടാനുള്ള കേസ് കയ്യിൽ വന്നു കഴിഞ്ഞപ്പോൾ സുപ്രീം കോടതി എന്താ ചെയ്യുന്നത്? താൻ ഈ വളഞ്ഞു ചുറ്റി പോകുന്നില്ലേ, അതും കൂടെ ക്ലോസ് ചെയ്യുന്നതായി. ഇതാണ് സുപ്രീം കോടതിയുടെ ഇൻ്ററിം ഓർഡർ. ഇത് ഇവർ പറഞ്ഞു, സാർ ഞങ്ങൾ കംപ്ലൈൻറ്റുമായിട്ട് വന്നിരിക്കുകയാണ് പാറ നീക്കണം, ഞങ്ങളിപ്പോൾ ഈ ഇടവഴിയിലൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ ഈ ഇടവഴിയും കൂടെ ക്ലോസ് ചെയ്യുമെന്ന് പറഞ്ഞ് ഉത്തരവ് എങ്ങനെ ചെയ്യും? ഉത്തരവ് കൊടുക്കും.
KV വിശ്വനാഥനാണ് സുപ്രീം കോടതി ജഡ്ജിയെങ്കിൽ ഇതിനപ്പുറത്തെ ഉത്തരവ് കൊടുക്കും. അതിന് വേണ്ടിയിട്ടിരിക്കുന്ന ജഡ്ജിമാരുണ്ട്. They don't understand what is happening around them. They are blissfully unaware of what is happening around them. They just want one thing, that Muslims stand should be supported come what may. This is what is happening. I know what I am speaking is amounting to contempt of court. But I am not blaming the court. I am blaming the mentality, mindset of the court, the Indian Supreme Court. I just used KV Vishwanathan as an example, not as a person who is directly responsible for all these problems. He is an example, a typical example. The way he reacts on the arguments. ഈ ഹർജി കൊടുത്ത ആൾക്കാർ പറഞ്ഞു, സാർ ഇത് എന്ത് അന്യായമാണ്. How can you stop us? See, we came here for relief and you are granting relief to the other party. Then what is the point in our coming to Supreme Court? എനിക്ക് ന്യായം വേണം എന്ന് പറഞ്ഞ് ഞാൻ സുപ്രീം കോടതിയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ചോദിക്കാതെ തന്നെ എൻ്റെ എതിരാളിക്ക് ന്യായം കൊടുക്കുക, എൻ്റെ അന്യായം നിലനിൽക്കട്ടെ പിന്നെ നോക്കാം എന്ന് പറയില്ല. എല്ലാം നിങ്ങൾ ആലോചിച്ചു, ഹിന്ദു സമാജം കേസ് കൊടുക്കരുത് എന്നാണ് ഇൻ്ററിം ഓർഡർ. നോ സ്യൂട്ട് ഷാൽ ബി രജിസ്റ്റേർഡ്. ഐ വിൽ റീഡ് ഇറ്റ്. എന്നിട്ട് ആ ഓർഡർ ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ടില്ല കേട്ടോ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ഭാഷ മാറുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് പത്ര റിപ്പോർട്ടിൽ നിന്നാണ് ഞാൻ എടുക്കുന്നത്. അതിന് മുമ്പുള്ള ഓർഡേഴ്സ് എല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ ഓർഡർ മാത്രം അപ്ലോഡ് ചെയ്തിട്ടില്ല. ഇന്നലെ രാത്രി വരെ, ഈ ഓർഡർ പറഞ്ഞ രാത്രി വരെ. വാട്ട് എവർ ഈസ് ദെയർ പ്ലീസ് ഫയൽ എ റിപ്ലൈ. കേന്ദ്ര സർക്കാരിനോടാണ്. ഗിവ് പെറ്റീഷനേഴ്സ് എ കോപ്പി. You can't make available an e-copy of your reply on the internet. Till reply is there, we can't hear. ശരിയാണ്, കേന്ദ്ര സർക്കാരിൻ്റെ മറുപടി ഇല്ലാതെ ഞങ്ങൾക്ക് ഈ കേസ് കേൾക്കാൻ പറ്റില്ല. Anybody who has an issue, we will take it up. Till the next date of hearing, no further suits can be filed or registered. ഇതാണ് എനിക്ക് മനസ്സിലാവാത്തത്. Till the next date of hearing, no further suits can be filed or registered. ഒരാൾക്ക് കേസ് കൊടുക്കാനുള്ള അവകാശം സുപ്രീം കോടതി എടുത്തു കളയുകയാണ്. ഈ ടിൽ നെക്സ്റ്റ് ഡേറ്റ് ഓഫ് ഹിയറിംഗ് എന്നുള്ളത് ഹിന്ദു വിഭാഗം ബഹളം വെച്ചപ്പോൾ എഴുതി ചേർത്ത വാക്കാണ്. അതുവരെ നോ ഫർദർ സ്യൂട്ട്സ് ക്യാൻ ബി ഫയൽഡ് ഓർ രജിസ്റ്റേർഡ് എന്നാണ് ഇവർ പറഞ്ഞത്. അപ്പോൾ ഈ തർക്കത്തിൽ KV വിശ്വനാഥൻ പറഞ്ഞു, രാമജന്മഭൂമി കേസിൽ പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ടിനെ പറ്റി സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. സുപ്രീം കോടതിയേക്കാൾ മേലെ സിവിൽ കോടതികൾ കളിക്കേണ്ട. ദേ കനോട്ട് ഹാവ് എ റേസ് വിത്ത് സുപ്രീം കോർട്ട്. വാട്ട് ആൻ അട്രോഷ്യസ് ആർഗ്യുമെൻറ്റ്, എ സ്റ്റേറ്റ്മെൻറ്റ്. സിവിൽ കോടതികൾ എന്താ സുപ്രീം കോടതിയുമായിട്ട് മത്സരത്തിലാണോ? എന്ത് ചെയ്തു സിവിൽ കോടതികൾ? ദർ ഇസ് എ ഡിസ്പ്യൂട്ട്, ഓക്കെ, യു ഗോ ആൻഡ് സർവേ. ഒരു അഡ്വക്കേറ്റ് കമ്മീഷനെ വെച്ച് സർവേ ചെയ്തു. ആകാശമൊന്നും ഇടിഞ്ഞു വീണില്ലല്ലോ. ആ സർവേ ചെയ്തതിൻ്റെ പേരിൽ സർവേ അല്ലേ തടയുന്നത്. ഇനി കേസേ കൊടുക്കാൻ പാടില്ല. കേസ് കൊടുക്കാനുള്ള അവകാശം എടുത്ത് കളയാൻ പറ്റുമോ? ഞാനതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, വിത്ത് ഫോൾഡഡ് ഹാൻഡ്സ്, ഡിയർ സുപ്രീം കോർട്ട്, പ്ലീസ് ടേക്ക് ദ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഓഫ് ഹിന്ദുസ് ആൻഡ് എൻജോയ് യുവർ പൊസിഷൻ. All fundamental rights of Hindus are hereby suspended till further hearing. ഫർദർ ഹിയറിംഗ് പിന്നെ എപ്പോൾ ഉണ്ടാകുമെന്ന് ആർക്കും അറിയില്ല. ടിൽ നെക്സ്റ്റ് ഡേറ്റ് ഓഫ് ഹിയറിംഗ്. നെക്സ്റ്റ് ഡേറ്റ് ഓഫ് ഹിയറിംഗ് എപ്പോൾ ഉണ്ടാകുമ്പോൾ ഉണ്ടാകും. ഇല്ലേ? നമുക്കറിയാമല്ലോ, കോടതി ഓരോ ഫയൽ വരുമ്പോഴും അടുത്ത 10-ാം തീയതി, അടുത്ത 15-ാം തീയതി, 2 weeks, 4 weeks, 3 months ഇങ്ങനെയാണ് തട്ടുന്നത്. മാറ്റിവെച്ച് ഹിന്ദിയിൽ താരിഖ് പേ താരിഖ് എന്ന് പറയും. ദിസ് ഈസ് വാട്ട് ഈസ് ഹാപ്പനിങ് വിത്ത് ഹിന്ദുസ് ഇൻ ഇന്ത്യ. നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്ക്, ബാബർ, ഔറംഗസീബ്, ഇതൊക്കെ പഴയതാണ്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എവിടെ എത്തുമോ അവിടെ എത്തും. ഒരു ക്ഷേത്രം 1000 വർഷം മുമ്പ് ബാബർ നശിപ്പിക്കുന്നു. അന്ന് ഭരിക്കുന്നത് ബാബറാണ്. പിന്നെ അയാളുടെ പിന്തുടർച്ചക്കാർ ഭരിക്കുന്നു.
ഇത് കഴിയുമ്പോൾ ഭരണം ഇംഗ്ലീഷുകാരുടെ കയ്യിൽ പോകുന്നു. അപ്പോഴും ഹിന്ദുവിനൊന്നും ചെയ്യാൻ പറ്റില്ല. ഹിന്ദു ബഹളം വച്ചിട്ട് സ്വാതന്ത്ര്യം നേടുന്നു. സ്വാതന്ത്ര്യം നേടിക്കഴിഞ്ഞപ്പോൾ പറയുകയാണ് 47 ഓഗസ്റ്റ് 15 മുതൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ എന്തിനാണ് സ്വാതന്ത്ര്യം? ശരി, അത് അന്യായമാണെന്ന് പറഞ്ഞ് കേസിന് പോയപ്പോൾ കേസ് കൊടുക്കാൻ പാടില്ല. അതാ ഞാൻ പറഞ്ഞത്, പ്ലീസ് സസ്പെൻഡ് ദ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. ഹിന്ദുസ് ആർ സെക്കൻഡ് ക്ലാസ് സിറ്റിസൺസ് ഇൻ ദിസ് കൺട്രി. യുവർ ലോർഡ്ഷിപ്സ്, please suspend their fundamental rights. If possible, send them out. Transfer the population to somewhere else. And give the whole country, hand over the whole country to your dear population, that is Muslims. Or ഒരു എഡിക്റ്റ് അങ്ങ് പുറപ്പെടുവിച്ചാൽ മതിയല്ലോ. എവറി ഹിന്ദു ഹാസ് ടു കൺവേർട്ട് വിത്തിൻ എ റീസണബിൾ ടൈം. ഒരാഴ്ചയെങ്കിലും സമയം കൊടുക്കണം. നമ്മൾ ജനാധിപത്യമല്ലേ, എല്ലാവരും ഇന്ന് രാത്രി തന്നെ കൺവേർട്ട് ചെയ്യണമെന്നൊക്കെ പറയുന്ന മര്യാദയില്ല. അതുകൊണ്ട് ഒരാഴ്ചത്തെ സമയം കൊടുത്തിട്ട് എല്ലാ ഹിന്ദുക്കളും മുസ്ലിമായിട്ട് കൺവേർട്ട് ചെയ്യണം എന്നൊരു ഉത്തരവ് പ്രകടിപ്പിച്ച് അണ്ടർ ആർട്ടിക്കിൾ 141 നിങ്ങൾക്ക് എന്താ പവർ ഇല്ലാത്ത? എനിത്തിങ് ആൻഡ് എവറി ഇഷ്യൂ ക്യാൻ ബി ഹാൻഡിൽ ബൈ യു. എന്നിട്ട് നെക്സ്റ്റ് ഹിയറിംഗ് നോക്കുക. അതിൻ്റെ തമാശ, ആപ്ലിക്കേഷൻ ഫോർ ഇംപ്ലീഡ്മെൻറ്റ് സ്റ്റാൻഡ്സ് അലൗഡ്. ആരൊക്കെ ഇംപ്ലീഡ് ചെയ്തോ അതെല്ലാം അംഗീകരിച്ചിട്ടുണ്ട്. യൂണിയൻ ഹാസ് നോട്ട് ഫയൽഡ് എ കൗണ്ടർ. യൂണിയൻ ഓഫ് ഇന്ത്യ ഇതുവരെ കൗണ്ടർ ഫയൽ ചെയ്തിട്ടില്ല. അവർ ചെയ്യുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല. 2020 മുതലുള്ള കേസാണ്. ഐ ഹാവ് ഓൾ ദ ഡാറ്റ വിത്ത് മീ. ഇത്രയധികം തവണ ഈ കേസ് ലിസ്റ്റ് ചെയ്തിട്ട് 2020 കൊടുത്ത ലിസ്റ്റ് 2021 ബെഞ്ചിൽ വരുന്നു. നാട്ടുകാർ മുഴുവൻ ഇംപ്ലീഡ് ചെയ്യുന്നു. അതിന് ശേഷം എത്ര തവണ ഈ കേസ് വന്നു നിങ്ങൾ നോക്കൂ. ഞാൻ പറയാം. 12/3/2021, 2/9/2022, 9/9/2022. അപ്പോഴൊക്കെ എന്താണെന്നറിയാമോ കേന്ദ്ര സർക്കാർ പറയുന്നത്? മിസ്റ്റർ തുഷാർ മേത്ത, ലേണഡ് സോളിസിറ്റർ ജനറൽ, പ്രൈസ് for grant of 2 weeks time to place his submission on record by way of an affidavit. ഇത് 2 weeks ചോദിച്ചത് 9-ാം തീയതിയാണ്. 14/9 ഈ കേസിൽ കൗണ്ടർ ഫയൽ ചെയ്യേണ്ടതാണ്. ചെയ്തില്ല. അത് കഴിഞ്ഞിട്ട് 12/10/2022 ഫയൽ ചെയ്ത് കേസ് വന്നു. അന്നും ഫയൽ ചെയ്തില്ല. കേന്ദ്ര സർക്കാർ എന്ത് പറഞ്ഞു നോക്കട്ടെ. ഓൺ ദ ലാസ്റ്റ് ഒക്കേഷൻ മിസ്റ്റർ തുഷാർ മേത്ത, ലേണഡ് സോളിസിറ്റർ ജനറൽ, ഹാഡ് പ്രേഡ് ഫോർ ടൈം ടു പ്ലേസ് സബ്മിഷൻസ് ഓൺ റെക്കോർഡ് ബൈ വേ ഓഫ് ആൻ അഫിഡവിറ്റ് ഇൻ റെസ്പോൺസ്. ലേണഡ് സോളിസിറ്റർ ജനറൽ പ്രേസ് ഫോർ ഫർദർ ടൈം ഓഫ് 2 weeks ടു ഡു ദ നീഡ്ഫുൾ. പിന്നെയും 2 ആഴ്ച. വർഷം ഒന്ന് കഴിഞ്ഞിട്ടാണ് ഈ 2 ആഴ്ച കഴിഞ്ഞ് 1 വർഷമായി. പിന്നെയും 2 ആഴ്ച. അപ്പോൾ ഹിന്ദു ഭാഗത്തു നിന്നുള്ള ഒരു വക്കീൽ ചോദിക്കുകയാണ്, വെദർ ദ ആക്ട് ഈസ് വയലേറ്റീവ് ഓഫ് ആർട്ടിക്കിൾ 14. കാരണം ഈ ആക്റ്റിൽ പറഞ്ഞിരിക്കുന്നത് ഈ ആക്ട് ഇന്ത്യ മൊത്തം ബാധകമാണ്, ജമ്മു ആൻഡ് കാശ്മീർ ഒഴിച്ച്. അങ്ങനെയാണ് ഇപ്പോഴും. അപ്പോൾ ഇദ്ദേഹം ചോദിക്കുന്നു, ജമ്മു ആൻഡ് കാശ്മീരിൽ ഇതാകാമോ? ജമ്മു ആൻഡ് കാശ്മീരിൽ നഷ്ടപ്പെട്ടു പോയ ക്ഷേത്രം ഹിന്ദുക്കൾക്ക് ക്ലെയിം ചെയ്യാമോ? അതൊരു ഇഷ്യൂ അല്ലേ? കോടതി പറയുന്നു ഞങ്ങളത് പരിഗണിക്കാം. വെദർ ദ ബാർ ഓഫ് കൺവേർഷൻ ഓഫ് പ്ലേസസ് ഓഫ് വർഷിപ്പ് contrary to settled law relating to dedication of temple and temple property to the idol which never dies, that seeking reclamation or restoration of the temples destroyed by Muslim invaders, especially by Aurangzeb, would amount to seeking conversion of the place of worship and thereby putting an imprimatur on the destruction of Hindu temples. അതായത് നിയമം അനുസരിച്ച് തന്നെ സ്വത്ത് നമ്മൾ ഡെയ്റ്റിയുടെയാണല്ലോ, മൂർത്തിയുടെയാണ്. ഡെയ്റ്റി പെർപ്പച്വൽ മൈനറാണ്. ഈ പെർപ്പച്വൽ മൈനറിൻ്റെ സ്വത്ത് ഒരാൾക്ക് തട്ടിയെടുത്ത് എത്ര കാലം വേണമെങ്കിലും അനുഭവിക്കാം എന്നാണോ ഈ ആക്ട് വഴി കോടതി അർത്ഥമാക്കുന്നത്? ഇതാണ് ചോദ്യം. തട്ടിയെടുത്തത് എപ്പോഴെങ്കിലും തിരിച്ചു കൊടുക്കണ്ടേ? ഇല്ല. അത് തിരിച്ച് ചോദിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ
കേസും കൊടുക്കാൻ പറ്റില്ല. കേസ് കൊടുത്ത് കേസ് പരിശോധിച്ച് തനിക്ക് ഇതിന് അവകാശമില്ല എന്ന് പറയാൻ അതും പറ്റില്ല. പക്ഷേ അത്തവണയും ഇദ്ദേഹം 2 ആഴ്ച സമയം ചോദിക്കുന്നു തുഷാർ മേത്ത കേന്ദ്ര സർക്കാരിന് വേണ്ടിയിട്ട്. പിന്നെയും പെറ്റീഷൻ ലിസ്റ്റ് ചെയ്യുന്നു 14/11/2022. പിന്നെയും സമയം ചോദിക്കുന്നു. മിസ്റ്റർ തുഷാർ മേത്ത, സോളിസിറ്റർ ജനറൽ, സ്റ്റേറ്റ്സ് ദാറ്റ് എ കോംപ്രഹെൻസീവ് അഫിഡാവിറ്റ് വിൽ ബി ഫയൽ ബൈ യൂണിയൻ ഗവൺമെൻറ്. കോംപ്രഹെൻസീവായിട്ട് ഫയൽ ചെയ്യും. എന്ന് ഫയൽ ചെയ്യും എന്ന് പറയുന്നില്ല. ഹി നീഡ്സ് സം ടൈം ടു എൻഷുർ ദാറ്റ് ദ അഫിഡാവിറ്റ് ഇസ് ഫയൽ. കുറച്ച് സമയം കൂടെ വേണം. കുറച്ച് സമയം കൂടെ കൊടുത്തു. 9/1/2023 വർഷം 2 കഴിഞ്ഞു. ശരിക്കും പറഞ്ഞാൽ കേസ് ഫയൽ ചെയ്തിട്ട് 3-ാമത്തെ വർഷം, കേസ് ലിസ്റ്റ് ചെയ്തിട്ട് 2-ാമത്തെ വർഷം. അത് വന്ന് ഓരോ ബെഞ്ചിലൊക്കെ അത് ജഡ്ജിമാരുടെ പേരും ഒക്കെ ഉണ്ട് കേട്ടോ. ഞാൻ അതൊന്നും വായിക്കുന്നില്ലെന്നേ ഉള്ളൂ. അതിൽ സിൻസ് ദ യൂണിയൻ ഇന്ത്യ ഹാസ് നോട്ട് ഫയൽഡ് എ കൗണ്ടർ അഫിഡവിറ്റ് വി ഗ്രാൻഡ് ടൈം ടു ഡു സോ ടിൽ ദ എൻഡ് ഓഫ് ഫെബ്രുവരി 23. ഞങ്ങൾ പറയുന്നില്ല, അവർ കേൾക്കുന്നില്ലെങ്കിൽ പോട്ടെ, ഞങ്ങൾ തന്നെ ഫെബ്രുവരി വരെ സമയം കൊടുത്തിരിക്കുന്നു. അടിച്ച വഴിയെ പോയില്ലെങ്കിൽ പോണ വഴിയെ അടിച്ചേക്കാം സുപ്രീം കോടതി. ഇത് കഴിഞ്ഞു. ഫെബ്രുവരി വരെ സമയം കൊടുത്തു. ഫെബ്രുവരിയായി, മാർച്ചായി, ഏപ്രിലിൽ വീണ്ടും കേസ് ലിസ്റ്റ് ചെയ്യും. ഓണറബിൾ ചീഫ് ജസ്റ്റിസ് ഉണ്ട് 5/4/2023 അവർ റെക്കോർഡ് ചെയ്യുന്നു. ദ യൂണിയൻ ഓഫ് ഇന്ത്യ ഹാസ് നോട്ട് ഫയൽഡ് ഇറ്റ്സ് റിപ്ലൈ. തുഷാർ മേത്ത ഹാജരായോ എന്ന് പോലും അറിയില്ല. പെറ്റീഷൻ ഷാൽ ബി ലിസ്റ്റഡ് ബിഫോർ എ 3-ജഡ്ജ് ബെഞ്ച് ഇൻ ദ മന്ത് ഓഫ് ജൂലൈ 23. ഈ പരാതി കൊണ്ടുപോയിട്ട് ഒരു 3 ജഡ്ജിമാരിരിക്കുന്ന ബെഞ്ചിൽ ജൂലൈ 23 ലിസ്റ്റ് ചെയ്യും. ഇതാണ് ഓർഡർ. കഴിയും. ജൂലൈ വന്നു. 11/7/2023 ലിസ്റ്റ് ചെയ്തു 3-ജഡ്ജ് ബെഞ്ചിന് മുമ്പിൽ. മിസ്റ്റർ തുഷാർ മേത്ത, സോളിസിറ്റർ ജനറൽ, സ്റ്റേറ്റ്സ് ദാറ്റ് എ കോമൺ അഫിഡാവിറ്റ് ഇൻ റിപ്ലൈ ഈസ് അണ്ടർ പ്രിപ്പറേഷൻ. ഒരു പൊതു അഫിഡാവിറ്റ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇൻ റെസ്പോൺസ് ടു ദ എൻറ്റയർ ബാച്ച് ഓഫ് കേസസ്. എല്ലാ കേസിൻ്റെയും ചേർത്ത് പൊതു അഫിഡാവിറ്റ് ഞങ്ങൾ തയ്യാറാക്കിക്കൊണ്ട് കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് 30/11 ജൂലൈ ഉള്ളത് നേരെ നവംബറിലേക്ക് പോയി. 30/11/2023 ഈ തയ്യാറാക്കിക്കൊണ്ടിരുന്ന ആൾ പറയുന്നത് എന്താണെന്നറിയാമോ? യൂണിയൻ ഓഫ് ഇന്ത്യ ഹാസ് നോട്ട് ഫയൽ കൗണ്ടർ അഫിഡവിറ്റ് pursuant to Honorable Court's order. Registry to process the matter for listing before the Honorable Court as per rules. ഈ ഡേറ്റിന് തുഷാർ മേത്തയെ കാണുന്നില്ല. സോളിസിറ്റർ ജനറൽ കാണുന്നില്ല. കോടതി രജിസ്ട്രിയോട് പറയുന്നു, നിനക്ക് തോന്നിയ പോലെ ചെയ്യണം. രജിസ്ട്രി ടു പ്രോസസ് ദ മാറ്റർ ഫോർ ലിസ്റ്റിംഗ് ബിഫോർ ദ ഓണറബിൾ കോർട്ട്. രജിസ്ട്രി എന്തെങ്കിലും എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് രജിസ്ട്രിക്ക് കൊടുക്കുന്നു. ഇത് കഴിഞ്ഞിട്ടാണ് ഇന്നലെ ഇത് വരുന്നത്. ഇന്നലെ ഇത് വന്നു കഴിഞ്ഞപ്പോഴും തുഷാർ മേത്ത പറഞ്ഞത് എന്താണെന്നറിയാമോ? വി വിൽ, ഞങ്ങൾ ചെയ്യും. എന്ത് ചെയ്യും? കൗണ്ടർ അഫിഡവിറ്റ് ഫയൽ ചെയ്യും. ഗംഭീരമാണ് കേന്ദ്ര സർക്കാരിൻ്റെ പ്രതികരണവും. അറ്റ് ദ ഔട്ട്സെറ്റ്, സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത അപ്പിയറിംഗ് ഫോർ ദ ഗവൺമെൻറ് കണ്ടൻറ്റഡ് വി വിൽ ഫയൽ. 3 വാക്ക്. വി വിൽ ഫയൽ വെൻ തോന്നും. ഇതാണ് പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട്. ഞാനതുകൊണ്ടാണ് സുപ്രീം കോടതിയോട് പറയുന്നത്, ഹിന്ദു സമാജത്തിൻ്റെ ഫണ്ടമെൻ്റൽ റൈറ്റ് കൂടെ എടുത്തു കളയണം. ഹിന്ദു സമാജത്തിന് ഭാരതത്തിൽ ജീവിക്കാൻ അവകാശമില്ല. കേന്ദ്ര സർക്കാർ ഒരക്ഷരം മിണ്ടില്ല. അച്ചാലും മുച്ചാലും സുപ്രീം കോടതി ഹിന്ദുക്കളെ മുഴുവൻ താല്ലി ഒതുക്കാനോ വെടിവെച്ച് കൊല്ലാനോ പറഞ്ഞാൽ പോലും ഒരു രീതിയിലും തുഷാർ മേത്തയായിട്ട് ഒരു കടലാസ് സുപ്രീം കോടതിയിൽ കൊടുക്കില്ല. RSS നിരോധനത്തിൻ്റെ മധ്യപ്രദേശ് ഹൈക്കോടതിയിലെ ഡീറ്റെയിൽസ് ഞാൻ എടുത്ത് നിങ്ങളെ കേൾപ്പിച്ചതല്ലേ. അന്ന് തുഷാർ മേത്തയോട് നിങ്ങളെ ഡൽഹിയിൽ നിന്ന് ഞങ്ങൾ മധ്യപ്രദേശിൽ വിളിച്ചു വരുത്തുമെന്ന് പറഞ്ഞ് വിരട്ടി കഴിഞ്ഞപ്പോഴാണ് ആ മനുഷ്യൻ കൗണ്ടർ അഫിഡവിറ്റ് കൊടുത്തത്. ദിസ് ഈസ് ദ വേ ദ ഗവൺമെൻറ് ഈസ് ഓൾസോ ബിഹേവിങ്. എപ്പോൾ ഹിന്ദുവിന് നീതി കിട്ടുന്നതാണ്. ഞാനൊരു കാര്യം പറയട്ടെ, ഞാനിത് പറയുന്നത് മോദിയെയോ തുഷാർ മേത്തയോ ഒന്നും കുറ്റപ്പെടുത്തിക്കൊണ്ടല്ല. ജനാധിപത്യത്തിൽ സ്ട്രീറ്റ് പവർ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ്.
വർഷങ്ങളായി ഞാൻ പറയുന്നതാണ്. തെരുവിലിറങ്ങുക എന്ന് പറഞ്ഞാൽ ആരെങ്കിലും കല്ലെറിഞ്ഞ് കൊല്ലാനോ വഴക്കുണ്ടാക്കാനോ അല്ല. യു ഷോ യുവർ പവർ ഇൻ ദ സ്ട്രീറ്റ് ആൻഡ് സീ ദ റിസൾട്ട്. ഒരു 10,000 പേരുടെ റാലി തിരുവനന്തപുരം മുതൽ കാശ്മീർ വരെ ഹിന്ദുക്കളുടെ പല ടൗണുകളിൽ നടക്കുകയാണെങ്കിൽ കേസ് ലിസ്റ്റ് ചെയ്യപ്പെടും, കേന്ദ്ര സർക്കാർ അഫിഡവിറ്റ് കൊടുക്കും, സുപ്രീം കോടതി ജഡ്ജ്മെൻ്റ് എഴുതും, എല്ലാം ചെയ്യും. ദിസ് ഈസ് വാട്ട് ദ അതർ സൈഡ് ഈസ് ഡൂയിങ്. നിങ്ങൾക്കറിയാമോ വഖഫിനെതിരെ എത്ര കോടതികളിൽ എത്ര കേസുണ്ടെന്നറിയാമോ? ലിസ്റ്റ് ചെയ്യുന്നില്ല. ലിസ്റ്റ് ചെയ്യാൻ ധൈര്യമില്ല കോടതികൾക്ക്. ഹൈക്കോടതികളിൽ 100 കണക്കിന് വഖഫിൻ്റെ കേസുകളിൽ ഇപ്പോൾ കേരളത്തിൽ മുനമ്പം എന്ന് പറയുന്നില്ലേ, ആ ജോസഫ് സ്റ്റാൻലി ജോസഫ് മുനമ്പത്തുനിന്ന് 8 പേര് കൂടി അവർ കൊടുത്ത ഹർജി കേരള ഹൈക്കോടതിയിൽ കിടക്കുകയാണ്. മാസം 2 ആയിട്ട് സർക്കാർ കൗണ്ടർ ഫയൽ ചെയ്യുമോ? ഇല്ല. ജഡ്ജിമാർ കേസ് ലിസ്റ്റ് ചെയ്യുമോ? ഇല്ല. ഒന്നും ചെയ്യില്ല. അവർ തെരുവിലിറങ്ങട്ടെ. അവർ ഈ മുനമ്പത്ത് പന്തലും കെട്ടി അവിടെ കുത്തിയിരുന്നിട്ട് കാര്യമില്ല. അവർ തെരുവിലിറങ്ങട്ടെ, ഇതിന് തീരുമാനമുണ്ടാകും. ജനാധിപത്യത്തിൽ തെരുവിൽ നിങ്ങളുടെ പ്രകടനത്തിൻ്റെ ശക്തി അപാരമാണ്. അത് മനസ്സിലാക്കുക. മോദിക്ക് വോട്ട് ചെയ്ത് ജയിപ്പിച്ചു, ഇനിയെല്ലാം കാർന്നൂര് ചെയ്തോളും എന്ന് വിചാരിക്കരുത്. ആ കാർന്നൂര് ചെയ്യില്ല. അങ്ങേരെ 4 വശത്തു നിന്നും ദ്രോഹിക്കും. ആരെ ഈ മുള്ളുകട്ട എടുത്ത് തലയിൽ വയ്ക്കാൻ പോകുന്നത്? പക്ഷേ നിങ്ങൾ തെരുവിലിറങ്ങി നിങ്ങളുടെ സ്ട്രെങ്ത് കാണിച്ചാൽ മോദിക്ക് ഇത് ചെയ്യേണ്ടി വരും, സുപ്രീം കോടതിക്ക് ചെയ്യേണ്ടി വരും. ഇത് മാത്രമേ ഇതിന് പരിഹാരമുള്ളൂ. അല്ലെങ്കിൽ ഹിന്ദു ഇങ്ങനെ എത്ര വർഷമായി, 500 വർഷം കൊണ്ട് നിങ്ങൾ തിരിച്ചു പിടിച്ച ഒരു ക്ഷേത്രമാണ് രാമജന്മഭൂമി. 500 years. ഇനിയിപ്പോൾ വാരാണസി നിങ്ങൾ തിരിച്ചു പിടിക്കുമ്പോൾ അടുത്ത 500 വർഷം, പിന്നെ മധുര തിരിച്ചു പിടിക്കുമ്പോൾ അടുത്ത 500 വർഷം. അതുവരെ ഇന്ത്യൻ ജനസംഖ്യയിൽ ഹിന്ദു ഭൂരിപക്ഷമായി നിൽക്കാൻ പോകുന്നില്ല. ഇപ്പം തന്നെ ഞാൻ ഈ സെൻസസ് ഫിഗേഴ്സ് 2011 എല്ലാവരുടെയും കയ്യിലിരിക്കുന്നത്. എൻ്റെ അസസ്മെൻറ്റ് ഞാൻ നിങ്ങളോട് പറയാം. 25% മുസ്ലിംസാണ് ഇന്ത്യയിൽ. കേരളത്തിൽ അത് 35-36 വരും. ഇന്ത്യ മൊത്തം എടുത്തു കഴിഞ്ഞാൽ 22 to 25% ആണ്. ഹിന്ദുക്കൾ 75% ഉള്ളൂ. വെറുതെ വാചകം അടിക്കല്ലേ. 75-ൽ നിന്ന് ക്രിസ്ത്യാനികളെ കുറച്ച് കഴിഞ്ഞാൽ യു മസ്റ്റ് ബി സംവെയർ ഒരു 72. അതേ ഉള്ളൂ ഹിന്ദു ഭൂരിപക്ഷം. ഇത് വളരെ വേഗം നഷ്ടപ്പെടും. പിന്നെ നിങ്ങൾക്ക് സ്ട്രീറ്റ് പവർ പോലും ഇപ്പം തന്നെ സ്ട്രീറ്റ് പവർ കാണിക്കുന്നില്ല, പിന്നെ വർഷങ്ങൾ കഴിയുമ്പോൾ. ഇറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു ഹാപ്പൻ. ടേക്ക് ഇറ്റ് ഫ്രം മീ, മൈ ഡിയർ ഹിന്ദുസ്, അൺലെസ് യു ടേക്ക് ദ ഇഷ്യൂ ടു ദ സ്ട്രീറ്റ്സ്, ഇതിന് സൊല്യൂഷൻ ഉണ്ടാവാൻ പോകുന്നില്ല. ഇപ്പോൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് വലിയൊരു നഷ്ടമാണ്. നിങ്ങൾ അറിയുന്നില്ലെന്നേ ഉള്ളൂ. കേസ് കൊടുക്കാൻ ഒരു പ്രശ്നത്തിൽ നിയമപരമായിട്ട് നീങ്ങണം എന്നെല്ലാവരും പറയില്ലേ. നിയമപരമായിട്ട് നീങ്ങാൻ പറ്റില്ല എന്നാണ് സുപ്രീം കോടതി നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. യു കനോട്ട് അപ്രോച്ച് ദ കോർട്ട്. വേണേൽ അപ്രോച്ച് ചെയ്യാൻ അയാളെടുത്തിട്ട് വലിച്ചെറിയും, ഇത്രയേ ഉള്ളൂ. അവിടെ കൊണ്ടുപോയി കൊടുത്താൽ നോ സ്യൂട്ട് ഷാൽ ബി രജിസ്റ്റേർഡ്. സ്യൂട്ട് നിങ്ങളുടെ വസ്തു ആരെങ്കിലും കയ്യേറിയാൽ, നിങ്ങളുടെ മതിൽ പൊളിച്ചു കളഞ്ഞാൽ, എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രതിവിധി എന്താ? മുനിസിപ്പൽ കോടതിയിൽ പോവുക. ആ മുനിസിപ്പൽ കോടതിയിൽ പോകരുതെന്നുള്ള ഇടക്കാല വിധിയാണ് സുപ്രീം കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നത്. ടിൽ ദ നെക്സ്റ്റ് ഡേറ്റ് ഓഫ് ഹിയറിംഗ്, അടുത്ത ഹിയറിംഗ് വരെ എന്നാക്കിയത് ഈ ഹിന്ദു വക്കീലന്മാർ സുപ്രീം കോടതിയിൽ കിടന്ന് ബഹളം വെച്ചിട്ടാണ്. ഇതൊക്കെ സുപ്രീം കോടതി വാച്ച് ചെയ്തുകൊണ്ടിരുന്ന വക്കീൽ എന്നെ വിളിച്ചു പറഞ്ഞ കാര്യങ്ങളാണ്. ഞാൻ ഹാജരായിരുന്നില്ല കോടതിയിൽ. ബട്ട് ഹാജരായ വക്കീൽ, ഇതിനകത്ത് ഇൻ്റർവെനിങ് ആപ്ലിക്കേഷൻ കൊടുത്ത വക്കീൽ, അയാളും കൂടെ നിന്ന് ബഹളം വെച്ചിട്ടാണ് ടിൽ ദ ഫൈനൽ ഹിയറിംഗ് എന്നുള്ള വാക്ക് ചേർത്തത്. അല്ലെങ്കിൽ എന്നേക്കുമായിട്ട് കേസ് കൊടുക്കാനുള്ള നിങ്ങളുടെ അവകാശം കോടതി റദ്ദാക്കുമായിരുന്നു. ഇതിപ്പോൾ അടുത്ത ഹിയറിംഗ് എന്നുണ്ടാകുമെന്നറിയില്ല, അതുവരെയെങ്കിലും ഇത് തുടരുമെന്ന് വിചാരിക്കാം. ദെയർഫോർ ഞാനിപ്പോഴും പറയുന്നു, തെരുവിൽ നിങ്ങളുടെ ശക്തി കാണിക്കാതെ നിങ്ങൾക്ക് ജനാധിപത്യത്തിൽ ന്യായം കിട്ടുകയില്ല. കട്ടായം. താങ്ക് യു.